ഗാസ സിറ്റിയിൽ യുദ്ധം രൂക്ഷമാവുകയും മാനുഷിക പ്രതിസന്ധി അതിന്റെ പാരമ്യത്തിൽ എത്തുകയും ചെയ്തതോടെ ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന സ്ത്രീകൾ പുതിയൊരു ദുരന്തമുഖം നേരിടുകയാണ്. ഭക്ഷണം, കുടിവെള്ളം, ജോലി എന്നിവ വാഗ്ദാനം ചെയ്ത് നിരാലംബരായ സ്ത്രീകളെ നാട്ടുകാരായ പുരുഷന്മാർ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 വർഷമായി തുടരുന്ന യുദ്ധം ഗസയെ ചോരക്കളമാക്കിയപ്പോൾ വിശപ്പും നിസ്സഹായതയും സ്ത്രീകളെ ചൂഷകരുടെ ഇരകളാക്കി മാറ്റുകയാണ്. കുട്ടികളുടെ വിശപ്പടക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന അമ്മമാരെയാണ് ഈ ചൂഷകർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആരെ സമീപിക്കണം, എങ്ങോട്ട് പോകണം എന്ന് അറിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ആരെങ്കിലും ഒരു സഹായം വാഗ്ദാനം ചെയ്താൽ അത് സ്വീകരിക്കാൻ സ്ത്രീകൾ നിർബന്ധിതരാകുകയാണ്. അവരുടെ ഈ അവസ്ഥ മുതലെടുത്ത് കഴുകന്മാരെ പോലെ വട്ടമിടുന്ന ചില പുരുഷന്മാരുടെ ലക്ഷ്യം സ്ത്രീകളുടെ ശരീരം മാത്രമാണ്. 38-കാരിയായ ഒരു യുവതിയുടെ അനുഭവം ഈ ഭീകരതയുടെ ഉദാഹരണമാണ്. യുദ്ധം തുടങ്ങി 1 മാസത്തിന് ശേഷം 6 കുട്ടികളെ എങ്ങനെ പോറ്റുമെന്ന് അറിയാതെ വിഷമിച്ച അവർ അഭയകേന്ദ്രത്തിൽ വെച്ച് സഹായം നൽകുന്ന ഒരു പുരുഷനെ കുറിച്ച് അറിഞ്ഞു. ഭർത്താവുമായി വേർപിരിഞ്ഞതും കുടുംബ ബിസിനസ് പൂട്ടിയതും കാരണം ആകെ പാപ്പരായ അവർക്ക് അയാൾ ഒരു എയ്ഡ് ഏജൻസിയിൽ 6 മാസത്തെ കരാറിൽ ജോലി വാങ്ങി തരാമെന്ന് വാഗ്ദാനം നൽകി. ജോലിക്കായി കരാറിൽ ഒപ്പിടുമെന്ന് കരുതി യുവതി അയാളോടൊപ്പം പോയപ്പോൾ അയാൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് ശൂന്യമായ ഒരു അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. അവിടെ എത്തിയ അയാൾ അവളുടെ ശരീരത്തെ പുകഴ്ത്തുകയും ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു.